സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും ഉറപ്പായിട്ടും 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലേ? അപ്പോൾ ആ 30 മാർക്കിൽ കാറ്റഗറി 1 ആയാലും 2 ആയാലും നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും നമുക്ക് 30 മാർക്കിന് ഇംഗ്ലീഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ കാറ്റഗറി 3 അല്ലെങ്കിൽ 4 ആണെങ്കിൽ നിങ്ങൾ എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ഇംഗ്ലീഷ് ആയിരിക്കും, ചില ആളുകൾ മലയാളം ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസ് ആയിരിക്കും. എന്തായാലും ഇംഗ്ലീഷ് എടുത്തവരൊക്കെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ പറയാം, അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, 30 ഔട്ട് ഓഫ് 30 നിങ്ങൾക്ക് ഒരു 27+ ഒക്കെ നിങ്ങൾക്ക് ബേസ് ഉള്ളവർക്കൊക്കെ സ്കോർ ചെയ്യാം. അല്ലാത്തവർക്ക് തന്നെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യാതൊരു സംശയം വേണ്ട 30 നിങ്ങൾക്ക് 25ഓളം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ചോദ്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഐ കനോട്ട് മേക്ക് ഡാഷ് വാട്ട് യു സേ. ഐ കനോട്ട് മേക്ക് ഡാഷ് വാട്ട് യു സേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഐ കനോട്ട് മേക്ക്, ഈ മേക്ക് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമുക്ക് എന്തോ ഒരു സാധനം ഫില്ല് ചെയ്യേണ്ടത് അല്ലേ? ആ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ നമുക്കൊരു മീനിങ് കൃത്യമായിട്ട് കിട്ടണം. ഓപ്ഷൻ നോക്കിയേ, അപ്പ്, ഇൻ, അറ്റ്, ഔട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കൃത്യമായിട്ട് എന്താണ്, ഇതൊരു പ്രിപ്പോസിഷൻ പോലെയല്ല നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കും, ഇവിടെ മേക്ക് അപ്പ് അല്ലെങ്കിൽ മേക്ക് ഇൻ, മേക്ക് അറ്റ്, മേക്ക് ഔട്ട്, ഇതൊക്കെ നമ്മുടെ ഫ്രൈസൽ വേർബ്സ് ആണ്, നിങ്ങൾക്കറിയാം അല്ലേ? ഫ്രൈസൽ വേർബ്സ് ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ഇവിടെ കൃത്യമായ ഒരു മീനിങ് വരുന്ന ആൻസർ ഏതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്താ വരിക, ഒന്ന് ശരിക്കും നോക്കിയേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ കനോട്ട് മേക്ക് വാട്ട് യു സേ, അതായത് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് എന്താവുന്നില്ല, കനോട്ട് എനിക്ക് എന്തോ ആവുന്നില്ല അല്ലേ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കുമല്ലോ അവിടെ വരേണ്ടത് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവന്റെ കൃത്യമായിട്ടുള്ള ആൻസർ എത്താം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു മീനിങ് വരുന്ന ഈ ഒരു ഫ്രേസൽ വേർബ് ഏതാണെന്ന് മാത്രമേ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഔട്ട് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഔട്ട് ആണ് ഇവിടെ വരിക. എന്ന് വെച്ചാൽ മേക്ക് ഔട്ട് എന്നുള്ള ഒരു ഫ്രേസൽ വേർബാണ് ഇവിടെ വരേണ്ടത്. അതായത് ഐ കനോട്ട് മേക്ക് ഔട്ട് വാട്ട് യു സേ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരേണ്ടത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രേസൽ വേർബ്സ് കുറച്ചധികം നിങ്ങൾ പഠിക്കണം. അന്ന് മുന്നേ നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ കുറച്ചധികം തന്നിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. നെക്സ്റ്റ്, വിച്ച് among the following is a word with a prefix. നിങ്ങൾ പ്രിഫിക്സ് അതുപോലെ സഫിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വേർഡിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രീഫിക്സ് എന്ന് പറയുക. പ്രീ തൊട്ട് മുന്നേ അല്ലേ? മറ്റ് സഫിക്സ് അത് കഴിഞ്ഞതിന് ശേഷം. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് പ്രിഫിക്സ് ആയിട്ട് തന്നിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നോക്കി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇംപാർഷ്യൽ, നെക്സ്റ്റ് ഇംപാർട്ട്, തേർഡ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇമ്മൻസ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രിഫിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇത് ഓരോ വേർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി. ഇപ്പൊ ഇംപാർഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് ഇംപാർഷ്യൽ അല്ലേ? എന്താണിത് അറിയാലോ, പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരവസ്ഥയാണ് അല്ലെ ഇംപാർഷ്യൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംപാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പകർന്നു കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് ഇംപാർട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് നിങ്ങൾക്കറിയാം അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം എന്നൊക്കെ നമ്മൾ പറയേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന വേർഡ് തന്നെയാണ്. നെക്സ്റ്റ് ഇമ്മൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് നിങ്ങൾ നോക്കുക. എന്താണ് അപാരമായ, നമ്മൾ അപാരമായ കഴിവ് എന്നൊക്കെ പറയേണ്ട, അപ്പോൾ ആ അർത്ഥത്തിൽ അപാരമായ എന്നുള്ള രീതിയിൽ നമ്മൾ ഇമ്മൻസ് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? അപ്പൊ ഇവിടെ വിച്ച് among the following is a prefix. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇംപാർട്ട് എന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ വേർഡ് ആണല്ലോ, ഇതിന് കൃത്യമായ അർത്ഥത്തോടുകൂടിയുള്ള സിംഗിൾ വേർഡ് ആണ്. ഇമ്മീഡിയറ്റും അതുപോലെ തന്നെയാണ്, ഇമ്മൻസും അതുപോലെ തന്നെ. എന്നാൽ ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, പിന്നെയാണ് പാർഷ്യൽ അല്ലെ? പാർഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, പാർഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പാർഷ്യൽ. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇം എന്ന് ചേർത്തതാണ്, ഇതിനാണ് നമ്മൾ പ്രീഫിക്സ് എന്ന് പറയുക. ഇതിന് തൊട്ട് മുന്നേ പ്രീ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്തുവരെ ഇവിടെ പ്രിഫിക്സ് എന്നുള്ളത്. വിച്ച് among the following is a word with a prefix എന്ന് ചോദിച്ചാൽ ഇതാണ് വേർഡ്. പാർഷ്യൽ is the word with the prefix im, that is impartial. ഇംപാർഷ്യൽ എന്ന് പറയുമ്പോൾ അതിന്റെ വേർഡ് മീനിങ് മാറി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. നെക്സ്റ്റ് തേർഡ്, none of them is honest dash. ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, കംപ്ലീറ്റ് ദ സെന്റൻസ് എന്ന് പറഞ്ഞാൽ none of them is honest എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വെച്ച് ABCD 4 ഓപ്ഷൻ ഉണ്ട്. ടാഗ് ആണ് അല്ലെ? ടാഗ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടാഗ് ഒക്കെ ഉറപ്പായിട്ടും വരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കൃത്യമായിട്ട് നോക്കുക. none of them is honest എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരുപാട് ആളുണ്ട്, ഒന്നും സത്യസന്ധരല്ല എന്നുള്ള അർത്ഥത്തിലാണ് വരേണ്ടത്. അപ്പോൾ none എന്ന് വെച്ചാൽ തന്നെ ഇതെന്താണ്, നെഗറ്റീവ് വേർഡ് അല്ലെങ്കിൽ മീനിങ് ആണ് ഈ ഒരു സെന്റൻസിലുള്ളത്. മീൻസ് നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവിലാണ്. കംപ്ലീറ്റ് ദ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവിലാണ്. സോ നമ്മുടെ ടാഗ് ഓൾവേസ്
ബി പോസിറ്റീവ്. ഓക്കെ, നമ്മുടെ ടാഗ് പോസിറ്റീവിലായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ നെഗറ്റീവ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മീൻസ് നോട്ട് എന്നുള്ള വരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഏതൊക്കെ ഒഴിവാക്കാം? ഓപ്ഷൻ എ നോക്കിയേ. ഓപ്ഷൻ എ വരുന്നത് ഈസ് ഡേ. ഇവിടെ ഈസ് പ്ലസ് നോട്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, അതിനങ്ങ് കട്ട് ചെയ്ത് കളയുക. അടുത്ത നോക്കിയേ, ഏതാ വരുക? ഈസ് ഡേ. അത് പോസിറ്റീവ് ടാഗ് ആണ് അല്ലെ, പോസിറ്റീവ് ആണ്. നമുക്ക് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എപ്പോഴും പോസിറ്റീവിലായിരിക്കണം. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ആർ ഡേ, അതും ഉപയോഗിക്കാം, പോസിറ്റീവ് ആണ്. പക്ഷേ ആർ ഇൻഡ് ഡേ അത് ആർ പ്ലസ് നോട്ട് ആണ്, നെഗറ്റീവിലാണ് ഉള്ളത്, അത് നമുക്ക് ആവശ്യമില്ല, അതിനെയും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏത് എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? സിമ്പിൾ ആയിട്ട് നോക്കണ്ടേ, ഏതാ വരിക? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നൺ ഓഫ് ദം ഈസ് ഓണസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആർ ദേ എന്നാണ് വരിക. ഓക്കെ, ആർ ദേ എന്നാണ് വരിക, ആർ ദേ. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, ആർ ദേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് അക്സെപ്റ്റബിൾ? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി ആൻസറിലേക്ക് എത്താൻ പറ്റുന്നേ. ജസ്റ്റ് നോക്കാം. ഷീ leisurely to walk school. നെക്സ്റ്റ്, ഷീ walked to school with leisure. Option C, she walked leisurely to the school. And option D, she leisurely to school walked. ഒന്നുമില്ല, കുട്ടി തിരക്കൊന്നും ഇല്ലാതെ ഹറിയൊന്നും അല്ലാതെ അല്ലെ എൻജോയ് ചെയ്ത് ഇങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുന്നില്ല അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ പ്രയോഗിക്കേണ്ടത്. നമ്മൾ ചോദിച്ചിരിക്കുന്ന നമ്മുടെ കൃത്യമായിട്ടുള്ള മീനിങ് അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? ഷീ leisurely to walk school എന്നാണോ, ഷീ walked to school with leisure എന്നാണോ, ഷീ walked leisurely to the school എന്നാണോ, ഷീ leisurely to school walk എന്നാണോ? ഇവിടെ ആൻസർ ആയിട്ട് വന്നിരുന്നത് ഓപ്ഷൻ സി ആണ്, ഷീ walked leisurely to the school. ഓക്കെ, ഷീ walked leisurely to the school എന്നുള്ളതാണ് അന്ന് ആൻസർക്ക് ആയിട്ട് വന്നത്. നെക്സ്റ്റ്, the books placed on the table dash refinding. ഓക്കെ, the books placed on the table dash refinding. അപ്പോൾ എന്താണ്, fill in the blanks എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. needs, is needed and option D was needed. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? the books placed on the table dash refinding. ഓക്കെ അപ്പോൾ നമുക്ക് ഏതാണ് ഇവിടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുക? ഏതാ കൊടുക്കാൻ പറ്റുക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഓപ്ഷൻ എ തന്നെയാണ്. the books placed on the table need refinding എന്നാണ് വരിക. the books placed on the table need refinding. ഓക്കെ, അവിടെ വെച്ചിരുന്ന പുസ്തകം ഒന്നും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്, കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ടു ഇംപ്രൂവ് ദ വൊക്കാബുലറി ഓഫ് ദ ലേണേഴ്സ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡാഷ്. ഓക്കെ, പഠിതാവിന്റെ ഒരു വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ? അപ്പൊ നമുക്ക് ആ ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ഗിവ് ഡിക്റ്റേഷൻ. ഓക്കെ, നമ്മുടെ എന്താണ് ഡിക്റ്റേഷൻ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത്, ടീച്ച് ഡെറിവേഷൻ. ഓപ്ഷൻ സി, ഡെവലപ്പ് വേർഡ് വെബ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, ടീച്ച് ആന്റോണിംസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ടു ഇംപ്രൂവ് ദ വൊക്കാബുലറി ഓഫ് ദ ലേണേഴ്സ് ഇറ്റ് ഈസ് ബെറ്റർ ടു, വൊക്കാബുലറി വെച്ചാൽ ഒരുപാട് പദസമ്പത്ത് കുട്ടികളേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്ത് ചെയ്യാം എന്നാണ്. ഒന്ന് ഗിവ് ഡിക്റ്റേഷൻ, നമ്മൾ ഈ കേട്ടെഴുത്തൊക്കെ കൊടുത്തുകൊണ്ട് പദസമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ നമ്മൾ കൊടുക്കുക, അത് കുട്ടികൾക്ക് അറിയേണ്ടി എഴുതണമെങ്കിൽ അല്ലേ? അപ്പൊ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത് വരില്ല. എന്തായാലും നമുക്ക് അതല്ല എന്ന് ഉറപ്പിക്കാം. അടുത്ത ടീച്ചർ ഡെറിവേഷൻ. നമ്മളിങ്ങനെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ലെക്ചറിങ് പോലെയോ അല്ലെങ്കിൽ മറ്റൊന്നും കാര്യങ്ങളോ ഒരുപാട് പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ വൊക്കാബുലറി ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ല, അപ്പൊ അത് നമുക്ക് കാര്യമില്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കിയാൽ ടീച്ച് ആന്റോണിയം. ഒരു വേർഡ് വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആന്റോണിയം നമ്മൾ പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? അങ്ങനെയൊന്നും കുട്ടികളുടെ വൊക്കാബുലറി കൂടുതൽ ഇമ്പ്രൂവ് ആവില്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നില്ല ഡെവലപ്പ് വേർഡ് വെബ്സ് എന്നാണ് വരിക. ഡെവലപ്പ് വേർഡ് വെബ്സ്. അപ്പൊ ഒരുപാട് വേർഡ്സ് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ വെബ് ചെയ്യും പോലെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവരിലെ വൊക്കാബുലറി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്, ഡെവലപ്പ് വേർഡ് വെബ്സ് എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ്, 7th question. Since he is busy, he does not allow visitors. The adverbial clause used in the sentence is dash. അവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക. Since he is busy, he does not allow visitors. എന്ന് വെച്ചാൽ അയാൾ വിസിറ്റേഴ്സിനെന്നും സന്ദർശകരെന്നും അങ്ങോട്ട് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അയാൾ ബിസി ആയതുകൊണ്ടാണ്. ഓക്കെ, അയാൾ ബിസി ആയതുകൊണ്ട് വിസിറ്റേഴ്സിനൊന്നും അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ചോദിച്ചത് adverbial clause used in the sentence എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻ ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക. എന്താണ് നോക്കിയത്? ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്, adverbial clause of time. ടൈമിനെ കുറിച്ചാണോ അവിടെ പറയുന്നത്? നെക്സ്റ്റ്, adverbial clause of reason. എന്തെങ്കിലും കാരണമാണോ അവിടെ പറയുന്നത്? നെക്സ്റ്റ്, adverbial clause of purpose. നിങ്ങളുടെ ആവശ്യകതയെ കുറിച്ചാണോ? അല്ലെങ്കിൽ adverbial clause of result. ഓക്കെ,
എന്നൊരു ഫലത്തെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നോക്കിയേ. സിൻസ് ഹി ഈസ് ബിസി ഹി ഡസ് നോട്ട് അലോ വിസിറ്റേഴ്സ്. അയാൾ വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല, കാരണം അയാൾ തിരക്കിലാണ്. എന്ന് വെച്ചാൽ എന്താണ് കാരണം? ഓക്കെ, എന്തുകൊണ്ടെന്നാൽ മീൻസ് അവിടുത്തെ റീസൺ അല്ലേ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് അല്ലേ. അയാൾ അലോ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്നാൽ അയാൾ തിരക്കാണ്, റീസൺ ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, adverbial clause of റീസൺ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റീസൺ ആണ് വരിക. അടുത്തത്, ദ ചിൽഡ്രൻ quarreled dash themselves എന്നാണ് പറഞ്ഞത്. കുട്ടികൾ വഴക്കുണ്ടാക്കുന്നുണ്ട്, ഡാഷ് themselves, അവർ തമ്മിൽ തന്നെയാണ്, അവർക്കിടയിൽ തന്നെ ആവാം. ഓക്കെ, ദ ചിൽഡ്രൻ quarreled dash themselves. ഓപ്ഷൻസ് between, each, among or each other. എന്താ വരുക? ദ ചിൽഡ്രൻ quarreled each other themselves എന്ന് പറയില്ലല്ലോ. each other എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കിടയിൽ നിന്നാണ് അല്ലെ. അപ്പൊ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അതേ വേർഡ് മീനിങ് തന്നെ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്യൂട്ട് ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാ വരുക? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ സി ആണ്. ദ ചിൽഡ്രൻ quarreled among themselves. ഓക്കെ, ചിൽഡ്രൻ quarreled among themselves എന്നുള്ളതാണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഇതൊക്കെ ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതിനായിരിക്കും, കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് among the following phrasal verbs has the meaning to visit a place. വീണ്ടും phrasal verb വരുന്നുണ്ട്. phrasal verb നമ്മൾ ഒരു എക്സാമിൽ തന്നെ 3-4 ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് പഠിക്കണം. ഓക്കെ, എന്താണ് വിച്ച് among the following phrasal verb has a meaning to visit a place? ഒരു സ്ഥലം സന്ദർശിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന phrasal verb ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, angry at, get at, call at and option D, make at. അപ്പൊ ഇവിടെ വിസിറ്റ് എ പ്ലേസ് എന്നുള്ള മീനിങ്ങിൽ വരുന്ന phrasal ഏതാണെന്നാണ് ചോദിച്ചാൽ സംശയമൊന്നും വേണ്ട, ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് തന്നെയായിരിക്കും ഇത് ഏതാണെന്നുള്ളത്. കാരണം അത് സാധാരണ പഠിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഘട്ടങ്ങളിൽ പഠിക്കുന്നത് തന്നെയാണ് ആ ഒരു വേർബ്സ് ഒക്കെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആയിട്ടുള്ള കോൾ അറ്റ് എന്നാണ്. കോൾ അറ്റ് മീൻസ് ടു വിസിറ്റ് എ പ്ലേസ്. ഓക്കെ, കോൾ അറ്റ് ടു വിസിറ്റ് എ പ്ലേസ്. ക്ലിയർ? കോൾ അറ്റ് ടു വിസിറ്റ് എ പ്ലേസ് എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റിൽ വന്നിരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ആ കോളുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്തിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. സമയമുണ്ട്, ഒരു ദിവസം 5-10 വെച്ച് പഠിച്ചാൽ മതി. നെക്സ്റ്റ്, he would not play, he would not allow us to play. The correct way to combine these sentences. ഇവിടെ രണ്ട് സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ഒന്ന് he would not play, അയാൾ കളിക്കില്ല. നെക്സ്റ്റ്, he would not allow us to play, നമ്മളെ കളിക്കാൻ സമ്മതിക്കുന്നുമില്ല. വല്ലാത്ത സൈക്കോ അല്ലെ. അയാൾ കളിക്കുകയും ചെയ്യില്ല, നമ്മളെ കളിക്കാൻ, പശുവിട്ട് പുല്ല് തിന്നുകയും ചെയ്യില്ല, ആരും തീറ്റിക്കുകയും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ്. he would not play, he would not allow us to play അല്ലെ. കളിക്കുകയും ചെയ്യില്ല, നമ്മളെ കളിക്കാൻ അനുവദിക്കുന്നുമില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചത്? കറക്റ്റ് വേ ടു കമ്പൈൻ ദീസ് സെന്റൻസീസ്. അതിനെ കമ്പൈൻ ചെയ്ത് കറക്റ്റ് അത് കമ്പൈൻ ചെയ്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ, നോട്ട് ഓൺലി ഹി പ്ലേഡ് ബട്ട് ഓൾസോ അലൗഡ് us to play. നെക്സ്റ്റ്, എയ്തർ ഹി വുഡ് നോട്ട് പ്ലേ ഓർ അലോ us to play. നെക്സ്റ്റ്, ഹി വുഡ് നെയ്തർ പ്ലേ നോർ അലോ us to play. ആൻഡ് ഓപ്ഷൻ ഡി, നെയ്തർ ഹി വുഡ് നോട്ട് പ്ലേ നോർ അലോ us to പ്ലേ. അപ്പൊ ഏതാ വരുക? അപ്പൊ അവനോ കളിക്കുന്നില്ല, നമ്മളെ ഒട്ടും കളിക്കാൻ വിടുന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വരുന്നത് ഏതാണ് ഇവിടെ കറക്റ്റ് വരുന്നത്? യാതൊരു സംശയവും വേണ്ട, ആൻസർ നിങ്ങൾക്ക് കിട്ടിയത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഹി വുഡ് നെയ്തർ പ്ലേ നോർ അലോ us to play അല്ലെ. അയാൾ കളിക്കുന്നുമില്ല, നമ്മളെ കളിക്കാൻ വിടുന്നുമില്ല. ഓക്കെ, നെയ്തർ നോറിന്റെ ആ ഒരു അപ്ലിക്കേഷൻ ലെവലാണ്. നെക്സ്റ്റ്, ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഈസി വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്. അവിടെ നമുക്കൊരു സെന്റൻസ് തന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഈസി അല്ലെ. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അതിന്റെ ആൻസർ കണ്ടെത്തൽ വളരെ എളുപ്പമാണ്. അപ്പൊ അതിന്റെ മീനിങ് ചേഞ്ച് വരുത്താതെ അതിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. മാറ്റി എഴുതാം, എങ്ങനെ നമുക്ക് എഴുതാം? ഓപ്ഷൻ നോക്കിയേ, ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് വെരി ഈസി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ, ഇറ്റ് ഈസ് വെരി ഈസി ടു ക്വസ്റ്റ്യൻ ദീസ് ആൻസേഴ്സ്. ഓപ്ഷൻ സി, ആൻസേഴ്സ് ആർ വെരി ഈസി ടു ദീസ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് വെരി ഈസി ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഏതാ നമുക്ക് വരുക? ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് വായിക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക? ഇവിടെ വരുന്നത് ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഈസി എന്നുള്ള മീനിങ് തന്നെ വരുന്ന ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഈസി ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അതിനാണല്ലോ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഈസി. ഓക്കെ, സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അത് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്. അതിന്റെ മീനിങ്ങിൽ മാറ്റം വരുത്താതെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചത്. അടുത്തത്, ഐ ക്യാൻ നെവർ ടോളറേറ്റ് ഇൻഡിസിപ്ലിൻ. ദ അണ്ടർലൈൻഡ് വേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത്. അപ്പൊ അവിടെ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, എന്താ നോക്കിയേ, ഐ ക്യാൻ നെവർ ടോളറേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ടോളറേറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലെ. ഐ ക്യാൻ നെവർ ടോളറേറ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഐ ക്യാൻ നെവർ ടോളറേറ്റ് ഇൻഡിസിപ്ലിൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഏതാ വരുക? ഓപ്ഷൻ നോക്ക്, പുട്ട് അപ്പ് വിത്ത്. ഇത് കണ്ടില്ലേ, തേർഡ്. നെക്സ്റ്റ് ഫ്രേസൽ വേർബ് തന്നെയാണ് ഇത്. ഓക്കെ, ഫ്രേസൽ വേർബ് തന്നെയാണ്. ഓരോന്നായിട്ട് നോക്കിയേ. പുട്ട് അപ്പ് വിത്ത്, പുട്ട് അക്രോസ്, പുട്ട് അപ്പ് ആൻഡ് പുട്ട് ഓൺ. അപ്പോൾ ഇതിൽ ടോളറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏതാണ്? സൈക്കോ എന്നുള്ള അർത്ഥമാണ്. ഐ ക്യാൻ നെവർ ടോളറേറ്റ് ഇൻ ഡിസിപ്ലിൻ. ഓക്കെ, എനിക്ക് ഈ എന്താ പറയുക, അച്ചടക്കമില്ലായ്മ, ഡിസിപ്ലിൻ ഇല്ലായ്മ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഒരിക്കലും അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ഒരർത്ഥത്തിലാണ്. അപ്പോൾ പുട്ട് അപ്പ് വിത്ത് ആണോ, പുട്ട് അക്രോസ് ആണോ, പുട്ട് അപ്പ് ആണോ, പുട്ട് ഓൺ ആണോ, ഏതാണ് വരിക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പുട്ട് അക്രോസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പുട്ട് തുടങ്ങുന്ന എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഇതൊക്കെ മാറി മാറി ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ പുട്ട് അക്രോസ് എന്നുള്ളതാണ്. ഇതിന്റെ ഒക്കെ മീനിങ് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞാണ്. ക്ലിയർ? അപ്പോൾ പുട്ട് അക്രോസ് എന്നുള്ളതാണ് ടോളറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു ഫ്രേസൽ വേർബ്. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് വൺ ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എ മോർ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ടു ടീച്ച് ഗ്രാമർ? ഓക്കെ, വിച്ച് വൺ ഔട്ട് ഓഫ് ദി ഫോളോയിങ് വിൽ ബി എ മോർ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ടു ടീച്ച് ഗ്രാമർ? ഗ്രാമർ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ. നെക്സ്റ്റ് പറയുന്നത് എഡിറ്റിംഗ് ലേണർ പ്രൊഡക്ട്സ്. തേർഡ്, മാച്ചിങ് ടൈപ്പ് ഐറ്റംസ്. ആൻഡ് ഓപ്ഷൻ ഡി, ഫില്ലിംഗ് ഇൻ വിത്ത് കറക്റ്റ് ഫോംസ് ഓഫ് വേർഡ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാമർ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ആൻസർ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ ആണോ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ലേണേഴ്സ് പ്രൊഡക്റ്റ് ആണോ, മാച്ചിങ് ടൈപ്പ് ഐറ്റംസ് ആണോ, ഫില്ലിംഗ് ഇൻ ദി കറക്റ്റ് ഫോംസ് ഓഫ് വേർഡ്സ് ആണോ, ഏതാണ് വരിക? ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എഡിറ്റിംഗ് ലേണർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. എഡിറ്റിംഗ് ലേണർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ഗ്രാമർ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ്. ഒരു 4-5 കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കയറ്റിയപ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാൻ അത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇംഗ്ലീഷൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ആണ്. ഓക്കെ, പ്രാക്ടീസ് അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഏറ്റവും ടോപ്പിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ സെഷൻ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം തീർച്ചയായിട്ടും. അതുപോലെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം. അത് നമുക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും. ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട് ബാക്കിയൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. അത് പെയ്ഡ് മെറ്റീരിയൽ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോഷ്യലിന്റെയും സൈക്കോളജിയുടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതുപോലുള്ള ഒരുപാട് 1000-ലധികം ചോദ്യങ്ങൾ വരുന്ന ഇംഗ്ലീഷിന്റെയും ഉണ്ട്. അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് പഠിക്കാം സമയത്തിനനുസരിച്ചിട്ട്. ഓക്കെ, ടൈം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.